ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം 2 നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ, അടിപൊളി സീനും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് വരുന്നത്. അതായത് നമ്മൾ പാണ്ഡ്യൻ 2-ല് നമ്മൾ കണ്ട അതിന്റെ ഏകദേശം തന്നെയാണ്. കുറച്ച് ചില ചേഞ്ചുകളാണ് നമ്മുടെ സാന്ത്വനം 2-ല് മലയാളത്തിൽ വരുത്തിയിരിക്കുന്നത്. അതായത് അതില് നമ്മുടെ ബാലൻ തന്റെ മകളുടെ ആ സത്യാവസ്ഥ നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് സെറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സീനും കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതേസമയം നമ്മുടെ മലയാളത്തിൽ അത് കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. നല്ല സോഷ്യൽ മീഡിയ വഴി ലൈവ് അങ്ങ് ഇട്ട് കൊടുത്തു നമ്മുടെ ബാലൻ. അങ്ങനെ എല്ലാവരും അതിനെ പിന്താങ്ങിക്കൊണ്ട് ഒരുപാട് പാരന്റ്സും ഒക്കെ സപ്പോർട്ട് ചെയ്തു. ബാലൻ ഒരു സോഷ്യൽ മീഡിയ താരം തന്നെ ആവാണ് ഈ ഒരൊറ്റ കേസോടുകൂടി. പക്ഷെ തന്റെ അച്ഛൻ തനിക്ക് വേണ്ടി എടുത്ത ഈ ഒരു റിസ്ക് അത്രയ്ക്കും നമ്മുടെ അനുശ്രീക്ക് ഒരു മനോധൈര്യം കിട്ടുകയാണ്. കാരണം തനിക്ക് വേണ്ടിയിട്ട് തന്റെ അച്ഛൻ ഇത്രയും വലിയ റിസ്ക്, ബാലന്റെ ജീവിതത്തിൽ തന്നെ ബാലൻ ആദ്യമായിട്ടാണ് ഒരു ലൈവ് ഒക്കെ ഇട്ട് ഒരു കാര്യം പറയണത്. പക്ഷെ ഇത് കൃഷ്ണമംഗലക്കാരെ സംബന്ധിച്ച് ഭയങ്കര അടിയാവുകയാണ്. അച്യുതന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറം ആവുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീന് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഏകദേശം എല്ലാവരിലും എത്തുകയാണ്. നമ്മുടെ അനുശ്രീക്ക് ജീവിതത്തിൽ ദേവമംഗലത്തിലെ ബാലന്റെ ഗോമതി സ്റ്റോർ ബാലന്റെയും ഗോമതിയുടെയും മകളായ അനുശ്രീക്ക് അവളുടെ ലൈഫിൽ ഉണ്ടായ ആ ഒരു അനുഭവം അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഒറിജിനലായിട്ട് തന്നെ അത് അറിയിക്കുകയാണ് നമ്മുടെ ബാലൻ. അങ്ങനെ അത് അറിഞ്ഞ് പല പല ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്തും ഒക്കെ സോഷ്യൽ മീഡിയ അതങ്ങ് ഒരു 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 ഭയങ്കര ഒരു ന്യൂസ് പോലെ അങ്ങ് ആവേണ്. അത് ന്യൂസ് ചാനലുകാർ പോലും അതങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോ ഇത് നമ്മുടെ ജീവന്റെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ശ്രദ്ധയിൽ പെടുകയാണ് കേട്ടോ. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ പ്രൊമോയിൽ അത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ജീവനൊക്കെ ഇതറിഞ്ഞ് തിരിച്ചു വരുന്ന കാര്യങ്ങൾ അല്ലെ, ദേവമംഗലത്തേക്ക് വീണ്ടും അനുവിനെ തേടി വരുന്ന സീന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെതായ ഒരു ഒറിജിനാലിറ്റിയോട് കൂടി നമുക്ക് എപ്പിസോഡ് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ആയിട്ട് പറയണ്ടേ. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ ജീവന്റെ അച്ഛനും അമ്മയും അവര് പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അയ്യോ, ആ കുട്ടിയെ കുറിച്ച് നമ്മൾ മനസ്സിൽ കരുതിയതെല്ലാം തെറ്റായി പോയല്ലോ, നമ്മുടെ തെറ്റിദ്ധാരണകളായിരുന്നു. അപ്പോഴേക്കും ജീവൻ മനസ്സിൽ പറയാണ്, ഓ അവള് അങ്ങനെ ഒരിക്കലും അനുശ്രീക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ അവളുടെ മനസ്സ് അത്രയ്ക്കേ ഉള്ളൂ. ഒരിക്കലും അവളുടെ കുടുംബത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ജീവനും മനസ്സിൽ ആഗ്രഹിക്കാനായിട്ടോ. അങ്ങനെ ജീവന്റെ അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും ചെന്നിട്ട് പറയാണ്, അച്ഛാ എന്റെ മനസ്സിലും ഇപ്പോഴും അനുശ്രീ എന്റെ ഉള്ളിലുണ്ട്. ഈ ഒരു വിവാഹത്തിന് നിങ്ങൾക്ക് സമ്മതമാണോ? കാരണം എന്റെ മനസ്സിൽ ഇപ്പോഴും അവളോട് സ്നേഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഈ ഒരു കല്യാണം അവരെ വീട്ടിൽ പോയി ഇനിയും ഒന്നും കൂടെ ഒന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ജീവൻ സംസാരിക്കണം. അപ്പൊ ജീവന്റെ അമ്മയ്ക്കും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. ആ കുട്ടിയെ നമ്മളും തെറ്റിദ്ധരിച്ചല്ലോ, അതിന്റെ നിസ്സഹായാവസ്ഥ. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അവൾ എടുത്ത ഒരു റിസ്ക് ആണത് അല്ലെ. അവളുടെ ജീവിതം വെച്ച് തന്നെ അവൾ ഒരു റിസ്ക് എടുത്ത് ചെയ്തതാണ്. അവളോട് റെസ്പെക്ട് തോന്നുകയാണ് ജീവന്റെ അമ്മയ്ക്കും അച്ഛനും ജീവനും ഒക്കെ. അങ്ങനെ അവര് നേരെ ദേവമംഗലത്തേക്ക് വരെയാണ്. അപ്പൊ അവരെ കണ്ടതും ഗോമതിക്ക് വല്ലാത്തൊരു പേടിയായിപ്പോയി. അയ്യോ, ജീവന്റെ ഫാമിലി ആണല്ലോ വന്നേക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ഗോമതിക്ക് എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണോന്നറിയില്ല. ഇനി പൈസക്ക് എങ്ങാനും വന്നതാണോ, വഴക്കു പറയാനോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ മറ്റോ വന്നതാണോ എന്ന് കരുതി ഗോമതി ടെൻഷൻ അടിച്ചു. പക്ഷെ അതിന്റെ ഒന്നും അല്ലായിരുന്നു. അവർക്ക് ഞങ്ങൾ അകത്തോട്ട് കയറിക്കോട്ടെ എന്ന് വിനയത്തോടെ ചോദിച്ചിട്ടാണ് അവര് വരുന്നത്. അത് കണ്ടപ്പോ തന്നെ ഗോമതിക്ക് മനസ്സിലായി, ഓ ദേഷ്യത്തിലൊന്നും അല്ല അവര് വന്നിക്കുന്നത്. അപ്പം ബാലനും ഗോമതിയും കൂടെ അവരെ അകത്ത് കയറിയിരിക്കാനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അവർക്ക് കുടിക്കാനായിട്ടും മറ്റും ഒക്കെ വെള്ളവും അതൊക്കെ കൊടുക്കണം. അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ അതായത് ജീവന്റെ അമ്മ ബാലനോടും ഗോമതിയോടും കൂടെ ആയിട്ട് ഞങ്ങൾ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഞങ്ങളുടെ മനസ്സിൽ അനുമോളെ കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാലൻ ഈ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനൊരു കാര്യം ലോകം മുഴുവൻ അറിയിച്ചതോടുകൂടെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ മാറി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന് വേണ്ടിയിട്ട് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാൻ സമ്മതിക്കാവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടതും ബാലനും ഗോമതിക്കൊക്കെ ഭയങ്കര
ബുദ്ധിമുട്ടാവാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ജീവനെ പോലെ നല്ലൊരു സ്വഭാവമുള്ള ഒരു പയ്യനും നല്ല ജോലിയും ഒക്കെ ഉള്ള ഒരു പയ്യനെ കിട്ടുക എന്ന് വെച്ചാൽ അത് വളരെ ഒരു ഇതാണ്. അത് മാത്രമല്ല, ഈ ഒരു സിറ്റുവേഷനിൽ അവന്റെ മനസ്സിൽ ഇപ്പോഴും അനുശ്രീ ഉണ്ട് എന്നുള്ളതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊരു വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഞാന് മോളുടെ കൂടെ എനിക്ക് ഒന്ന് ചോദിക്കണം. കാരണം അവള് ഒരു വല്ലാത്ത ഒരു ഇതാണ്, ആകെ ഒരു ടെൻഷനൊക്കെ അടിച്ചുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് അറിയില്ല, അതുകൊണ്ട് അവളോട് ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു മറുപടി പറയാന്ന് പറയണം. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടെ തന്നെ ദേവമംഗലത്തിൽ നിന്ന് പോവേണ്ട കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ അലോക് 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്, ജയിലിലാണ്. അപ്പം അനുശ്രീക്ക് അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ നമ്മുടെ ബാലൻ ഇവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അനുമോളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ഇങ്ങനെ ജീവനും ജീവന്റെ അമ്മയും വന്നിട്ടുണ്ട്. മുമ്പ് ഞാൻ നിന്നോട് ഒരു കാര്യം അങ്ങനെ ചോദിക്കണ്ട, കാരണം എന്റെ ഇഷ്ടാനുസരിച്ച് എന്റെ മോള് സമ്മതിക്കുന്ന ഒരു കാര്യം എനിക്കറിയാം. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല, എന്റെ മോളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞേ ഇനി അച്ഛൻ ഒരു കാര്യം ചെയ്യത്തുള്ളൂ എന്ന് പറയണ കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലൻ അനുവിനോട് ചോദിക്കാണ്, മോക്ക് ജീവനെ വിവാഹം കഴിക്കുന്നതില് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മോളെ ഇപ്പോഴും വിവാഹം കഴിച്ച് അവന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ അവന് സമ്മതമാണെന്ന് പറഞ്ഞ് അവരിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മോളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാണ്. അപ്പൊ നമ്മുടെ അനു അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും എനിക്ക് ഒരു പ്രശ്നമല്ല, പക്ഷേ അച്ഛൻ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അച്ഛൻ മനസ്സിലാക്കണം. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഈ ഒരു ഹാങ്ങിൽ നിന്നും മാറി എന്റെ മനസ്സൊന്ന് നല്ല രീതിയിലൊന്നും പറയണം. ഇപ്പൊ വിവാഹത്തെ കുറിച്ചൊന്നും എന്റെ മനസ്സിലോ എന്റെ ചിന്തയിൽ പോലും ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് പഠിക്കണം, എന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ എനിക്ക് പൂവണിയണം. അതുകൊണ്ട് എനിക്ക് പഠിച്ച് ഒരു IAS കാര്യമായിട്ട് മാറണം. അതുകൊണ്ട് അച്ഛൻ എന്നെ കുറച്ച് നാളത്തേക്ക് എന്നെ പഠിക്കാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം അച്ഛൻ എന്ത് തീരുമാനിച്ചിരുന്നാലും എനിക്കത് പ്രശ്നമല്ല എന്ന് നമ്മുടെ അനുശ്രീ ബാലനോട് പറയണം. അത് മതി, മോളുടെ ഇഷ്ടം മാത്രം, അതാണ് എനിക്ക് പ്രധാനം. മോളുടെ ഇഷ്ടം എന്താണോ അതേ ഈ അച്ഛനും ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലൻ മോളെ ഒന്ന് തലോടി ആ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം പിറ്റേ ദിവസം എപ്പോഴും നമ്മുടെ അനുശ്രീ അമ്പലത്തിൽ പോവാണ്. അപ്പൊ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ജീവൻ അനുവിനെ ആ അമ്പലത്തിൽ വെച്ച് കാണുകയാണ് കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷമാണ് അനുവും ജീവനും തമ്മിൽ കാണുന്നത്. അപ്പൊ ജീവൻ അനുവിന്റെ അടുത്തോട്ട് ചെന്നിട്ട് രണ്ടുപേരും ചിരിച്ചു. എന്നിട്ട് നമ്മുടെ ജീവൻ അനുവിനോട് പറയണ, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, തന്റെ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന് മറുപടി പറയാന്ന് പറഞ്ഞു. അപ്പോ അനു പറഞ്ഞു, ജീവനെ പോലെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഉള്ള ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. പക്ഷെ എന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ട. കാരണം ഞാൻ നിങ്ങളെ ഒരുപാട് ടോർച്ചർ ചെയ്തു, നിങ്ങളെ മോശപ്പെടുത്തി, നിങ്ങളുടെ കുടുംബത്തിന് മുന്നിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഫാമിലിയൊക്കെ ഞാൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. പിന്നെ അത് മാത്രമല്ല ജീവ, എനിക്ക് ഇപ്പോ അങ്ങനെ വിവാഹത്തെ കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഒരു IAS കാരി ആവുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് ആ ഒരു മനസ്സ് മാത്രമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ജീവൻ പറഞ്ഞു, ആയിക്കോട്ടെ, എത്ര വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല, താൻ ഏതെങ്കിലും ഒരു സമയത്ത് വിവാഹം കഴിക്കാൻ താൻ ഒരുങ്ങുമല്ലോ, അതുവരെയും ഞാൻ കാത്തിരിക്കാന്ന് ജീവൻ പറഞ്ഞിട്ട് ജീവൻ അങ്ങ് പോവേണ് കേട്ടോ. അപ്പോഴേക്കും അനുശ്രീക്ക് അങ്ങ് വല്ലാണ്ടൊരു ബുദ്ധിമുട്ടാവാണ്. കാര്യം വേറൊന്നുമല്ല, ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ജീവൻ എന്നുള്ളത് അറിഞ്ഞിട്ട് അനുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. എന്നിട്ട് അനു മനസ്സിൽ തന്നെ ഒരു തീരുമാനം എടുക്കുന്നത്, വേണ്ട, എന്നെ പോലൊരു പെൺകുട്ടി ഒരിക്കലും ജീവന്റെ മനസ്സിൽ വേണ്ട, ജീവിതത്തിലും വേണ്ട. അതുകൊണ്ട് ജീവന് ഏതെങ്കിലും നല്ലൊരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും, ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുശ്രീ സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലോട്ട് വരണം. അപ്പൊ മീനും ഇത്രയും നോക്കി നിൽക്കണം കേട്ടോ. എത്ര നേരമായി അനുശ്രീ പോയിട്ട്, ഇതുവരെ അവളെ കണ്ടില്ലല്ലോ. അപ്പോഴേക്കും അനു വന്നു കേട്ടോ. അനു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ചോദിച്ചു, നീ എന്തായാലും മോളെ ഇത്രയും ലേറ്റ് ആയെന്ന് ചോദിച്ചു. അപ്പൊ അനു പറഞ്ഞു, ഇന്ന് അമ്പലത്തിൽ വെച്ചിട്ട് ജീവനെ കണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു നിന്നു. എന്നിട്ട് ജീവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അനു തിരിച്ചു മറുപടിയായിട്ട് പറഞ്ഞ കാര്യവും അനു അവിടെ പറയാൻ കേട്ടോ. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും മീനു പറഞ്ഞു, മോളെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണേണ്, മോൾക്ക് എന്തുകൊണ്ടും മോളുടെ ജീവിതം സേഫ് ആയിരിക്കും ജീവന്റെ കൂടെ പോയി കഴിഞ്ഞാല്. കാരണം നല്ലൊരു ഫാമിലിയാണ്, നല്ലൊരു സ്വഭാവമുള്ള ഒരു പയ്യനാണ്. അതുപോലെ തന്നെ മിത്രയും പറഞ്ഞു, നല്ലൊരു പയ്യനാണ് അനു, ജീവനെ വേണ്ടാന്ന് വെക്കുന്നത് വളരെ ബുദ്ധിമോശമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അനുശ്രീ പറഞ്ഞു, ഇപ്പൊ ഞാൻ വിവാഹത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല ഏട്ടത്തിമാരെ, കാരണം ഇപ്പൊ എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങളാണ്, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ
അവര് പിന്നെ നിർബന്ധിക്കാനോ ഒന്നും പോയില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ അലോക് ജയിൽ ശിക്ഷ 14 ദിവസത്തേക്ക് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങുകയാണ് കേട്ടോ. ഈ പുറത്തിറങ്ങുന്ന അലോക് മൈൻഡ് ഒന്നും മാറുന്നൊന്നുമില്ല, പക്ഷെ അലോകിന്റെ മൈൻഡ് മാറും. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ എപ്പിസോഡും കൂടെ ഓടിയ ശേഷമാണ് അലോക് ഒരു മനുഷ്യനെ പോലെയൊക്കെ ആവണത്. അപ്പൊ ഈ ഒരു ഇതില് അലോക് വീട്ടിൽ ഇരുന്ന് ആലോചിക്കാണ്, എന്നെ ഇത്രയും നാണം കെടുത്തി, എന്റെ കുടുംബത്തെ ഇത്രയും നാണം കെടുത്തി എവളെ, ഇനി ഞാൻ വരച്ച വരയിൽ ഞാൻ എത്തിക്കും, അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അലോക് ഒരു നല്ല പുള്ളയാവേണ് കേട്ടോ. അതായത് അനുവിനെ പ്രണയിക്കുന്ന ഒരു കാമുകനായിട്ട് അലോക് അങ്ങ് മാറുകയാണ്. അപ്പോഴേക്കും അലോക് അതിനു വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അനുവിനെ പോയി അനു പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഓടി അനുവിന്റെ അടുത്ത് ചെല്ലുക, അനു നീ എന്നെ വെറുക്കരുത്, നിന്നെ എനിക്ക് ജീവനാണ്, ഞാൻ നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ വൈകിപ്പോയി അനു, ഇത്രയും നാള് ജയിലിൽ കിടന്നപ്പോഴാണ് ഞാൻ നിന്റെ കുറവ് അല്ലെങ്കിൽ നിന്റെ സ്നേഹം ഞാൻ എത്രത്തോളാണ് അവോയ്ഡ് ചെയ്ത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കാൻ കേട്ടോ. അവസാനം അനു അലോകിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ എത്ര നീ എന്റെ മുമ്പിൽ അഭിനയിച്ച് കാട്ടിയിരുന്നാലും അലോകെ, ഈ ലോകത്തേക്ക് ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്നത് നിന്നെ ഒരാളെ മാത്രമാണെന്ന് പറയും. ഇനി നീ എത്ര എന്റെ മുന്നിൽ കേണ് കെഞ്ചി എത്ര അപേക്ഷിച്ചിരുന്നാലും ഒരിക്കലും ഈ അനുശ്രീക്ക് അലോകിനോട് ഒരു സ്നേഹം തോന്നത്തില്ല. അതിനു വേണ്ടി നീ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വെല്ലു വിളിച്ചുകൊണ്ട് തന്നെ അനു അകത്തോട്ട് പോവേണ് കേട്ടോ. അപ്പൊ ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. പക്ഷെ അലോക് വിടാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അലോക് വീണ്ടും പിന്നാലെ പോകുന്നുണ്ട് നമ്മുടെ അനുശ്രീക്ക് പിന്നെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്, ബാലന്റെ അടുത്ത് അത് പറയുന്നുണ്ട്. അതായത് എനിക്ക് ദൂരോട്ട് എവിടെയെങ്കിലും നിന്ന് പഠിക്കണം, ഈ നാട്ടിൽ നിന്നൊക്കെ മാറി ഒരു ചേഞ്ച് എനിക്ക് വേണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ട് അച്ഛാ എന്നൊക്കെ ബാലച്ചനോട് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയെയും നമ്മുടെ ഉദയഭാനുവിനെയാണ്. നമ്മുടെ ആനന്ദ് ഇങ്ങനെ കെണി ഒരുക്കി വെച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എലി എപ്പോഴാണ് കെണിപ്പെട്ടിക്കകത്ത് വീഴുന്നേന്ന് നോക്കി നോക്കി നമ്മുടെ ആനന്ദ് ഇരിക്കുകയല്ലേ. അപ്പോ കൃത്യമായ എവിഡൻസുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ആനന്ദിന് അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ആനന്ദ് ഒരു ദിവസം നോക്കിയപ്പോൾ നമ്മുടെ ഉദയഭാനു അങ്ങനെ വരെയാണ്. അപ്പൊ ക്യാമറയിൽ ഇതൊക്കെ കാണാം. ആ സമയം നമ്മുടെ ദേവി ചായ കുടിക്കാനായിട്ട് മറ്റെന്തോ പുറത്തു പോയിക്കായിരുന്നു കേട്ടോ. ആ സമയം ഉദയഭാനു വന്ന് നേരെ ആ കസേരയിൽ അങ്ങ് ഇരുന്നു കഴിഞ്ഞു. ആ ഇരിക്കൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നേരെ അവരെയൊക്കെ നമ്മുടെ ആകാശമൊക്കെ എന്തോ ഉണ്ടായിരുന്നു, അവരെ കണ്ണ് വെട്ടിച്ച് പതുക്കെ ആ മേശയുടെ ഡ്രോ പതുക്കെ തുറക്കാൻ കേട്ടോ, ക്യാഷ് കൗണ്ടറിന്റെ. അത് തുറന്നതും ഉദയഭാനു അങ്ങ് ഞെട്ടേണ്. കാര്യം വേറൊന്നുമില്ല, 500ന്റെ 2 കെട്ട് നോട്ട്. ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും വേണോ? കാരണം ബാലൻ ഏതോ ഒരു പലചരക്ക് കടയിൽ കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പണമാണത്. എന്തോ സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ അത് കൊടുക്കാനായിട്ട് ഒരുമിച്ച് കൊടുക്കാനായിട്ട് എന്തോ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരുന്നതാണ്. എന്തായാലും ഇതിൽ കൂടുതൽ ഇനി ഒരു അവസരം എനിക്ക് വരാനില്ല, ഒന്നും നോക്കണ്ട, ആ പണം എടുക്കുക തന്നെ. അങ്ങനെ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഉദയഭാനു ആ ക്യാഷ് എടുത്ത് നേരെ ഉടുപ്പിനകത്തോട്ട് അങ്ങ് ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഉദയഭാനു പതുക്കെ ന്യൂട്രൽ അവിടെ നിന്ന് വിടുകയാണ്. അപ്പൊ നമ്മുടെ ആനന്ദ് കയ്യോടെ ക്യാമറയിൽ ഇത് കാണുകയാണ്. കാരണം കള്ളനെ കയ്യോടെ പിടിച്ചു എന്നുള്ള മട്ടില്. ഇതിൽ കൂടുതൽ ഇനി ഒന്നും വേണ്ട. ആനന്ദ് അപ്പൊ തന്നെ ഇത് ഇനി എല്ലാവരുടെയും മുമ്പിൽ ടിവിയിലിട്ട് ഒരുമിച്ച് എല്ലാവരെയും കാണുന്ന രീതിയിൽ തന്നെ ഞാൻ ഇട്ടു കൊടുക്കും. ഇന്നത്തോടു കൂടി എവളുടെ അച്ഛന്റെ എല്ലാ കഥകളും ഞാൻ കെട്ടിക്കും എന്നുള്ള രീതിയിൽ ആനന്ദ് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ആ സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന സീൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മിത്രയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ പോവേണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യം മിത്രേനെ ഉപദേശിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ദിരാമയാണ് കേട്ടോ. ഇന്ദിരാമയ്ക്ക് വല്ലാത്തൊരു വിഷമമാണ്. കാരണം എന്തൊക്കെ പറഞ്ഞിരുന്നാലും അലോകും തന്റെ ചെറുമോനാണ്, അനുവും തന്റെ ചെറുമോളാണ്. അവര് തമ്മിൽ യോജിക്കുന്നതാണ് ഇന്ദിരാമയ്ക്ക് ഇഷ്ടം. ഈ പകയും വിദ്വേഷവും ഒക്കെ മാറി അവരൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഒരുമിച്ച് തന്റെ കണ്ണടയുന്നതിന് മുന്നെങ്കിലും ഈ കുട്ടികളുടെ ഒരു ബന്ധം നടന്നിട്ടാണെങ്കിൽ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നൊരു ആഗ്രഹമാണ് നമ്മുടെ ഇന്ദിരാമയ്ക്കുള്ളത് കേട്ടോ. പിന്നെ ധർമ്മൻ നല്ല പോലെ നമ്മുടെ അച്യുതന്റെ അടുത്ത് കിടന്ന് ഫയർ ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടെ ഗോമതി സ്റ്റോറിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വകവെക്കാണ്ട് അച്യുതൻ ബാലനോടുള്ള പ്രതിഷേധത്തിന്
എത്ര പണം മുടക്കിയിരുന്നാലും ഗോമതി സ്റ്റോഴ്സിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മുടെ അച്യുതൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടിണക്കി കൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇനി വരുന്ന സാന്ത്വനത്തിൽ കാണിക്കുന്നത്. അപ്പൊ എന്റെ മുത്തുമണീസൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. സ്കിപ്പ് അടിക്കാണ്ട് കാണാനായിട്ട് നോക്കണം. ലൈക്കും ഹൈപ്പും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതോടൊപ്പം തന്നെ രാത്രി 9:30 ഇതേ ചാനൽ സുമി മുഫ സീൻ ഷൂട്ടിലോട്ട് നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിന്റെ പ്രൊമയും കൂടെ നാളെ വരാനിരിക്കുന്നത് ഇന്ന് ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ നല്ലൊരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒപ്പം നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ടും ഞാൻ വെക്കുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.